സാമ്പത്തികമായി, ശാരീരികമായി, അല്ലെങ്കിൽ മാനസികമായി, അല്ലെങ്കിൽ പൈശാചികമായി ഏത് പ്രയാസമാകട്ടെ, നമ്മൾ അനുഭവിക്കുന്നൊരു പ്രയാസം, ഇപ്പം നമ്മളൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ആ പ്രയാസം ഒന്ന് കുറഞ്ഞു കിട്ടാൻ, അല്ലെങ്കിൽ ആ പ്രയാസം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടാൻ ഉപകരിക്കുന്ന, വളരെ കുറഞ്ഞ സെക്കൻഡുകളെ കൊണ്ട് തീർക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ദിക്ർ, അതിശയിപ്പിക്കുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങളെ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും മാറിക്കിട്ടാൻ സൂറത്തുകൾ ചർച്ച ചെയ്യാറുണ്ട്, ആയത്തുകൾ ചർച്ച ചെയ്യാറുണ്ട്, ദിക്റുകൾ ചർച്ച ചെയ്യാറുണ്ട്, സ്വലാത്തുകൾ ചർച്ച ചെയ്യാറുണ്ട്, ഇസ്മുകൾ ചർച്ച ചെയ്യാറുണ്ട്, ദുആകൾ ചർച്ച ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ്, പലതും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടിയെന്ന അനുഭവങ്ങൾ പല സഹോദരങ്ങളും സഹോദരിമാരും വാട്സപ്പിലൂടെയും അതുപോലെ കമൻറ്റ് ബോക്സിലൂടെയും ഒക്കെ പങ്കുവെക്കും. അൽഹംദുലില്ലാഹ്, വളരെയധികം സന്തോഷമാണ്, പ്രചോദനമാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ സന്തോഷവും റിസൾട്ടും അനുഭവങ്ങളും പോസിറ്റീവായി പറയുമ്പോഴും പ്രതികൂലമായി പറയുന്നവരുമുണ്ട്, റിസൾട്ട് കിട്ടുന്നില്ല എന്ന്. വിഷമിക്കേണ്ട, നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് പരിഹാരം നൽകും എന്നാണ് അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ദിക്ർ ചൊല്ലുക, ആവശ്യപൂർത്തീകരണത്തിന് അല്ലെങ്കിൽ വിഷമങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുക, ആയത്ത് ചൊല്ലുക, സൂറത്ത് ചൊല്ലുക, മറ്റു വിഷയങ്ങൾ ചൊല്ലുക എന്നുള്ളതൊക്കെ ദുആഇന്റെ മറ്റൊരു വേർഷനാണ്. എന്ന് പറഞ്ഞാൽ ഉദ്ഉനി അസ്തജിബ് ലക്കും, അള്ളാഹു ദുആ ചെയ്യാൻ പറഞ്ഞു, ദുആ ചെയ്താൽ ഉത്തരം തരുമെന്നും അള്ളാഹു പറഞ്ഞു. എന്നാൽ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ചില ആളുകൾ പറയുന്നു ഉത്തരം കിട്ടുന്നുണ്ട്, ചില ആളുകൾ പറയുന്നു ഉത്തരം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടുന്നുണ്ട് എല്ലാവർക്കും. ഇജാബത്ത് ഉറപ്പാണ്, 100%. അള്ളാഹു നൽകുന്ന ഇജാബത്ത് ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് തന്നെ തരും, അല്ലെങ്കിൽ ചോദിക്കാത്തത് തരും, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തട്ടിമാറ്റും, അല്ലെങ്കിൽ ഖൈറ് തരും, അല്ലെങ്കിൽ ദുനിയാവിൽ, അല്ലെങ്കിൽ ആഖിറത്തിൽ, അല്ലെങ്കിൽ പാപം പൊറുക്കാൻ, ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് നമുക്കതുകൊണ്ട് ഗുണമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പം എന്നതുപോലെ തന്നെ നമ്മൾ ഈ ചൊല്ലുന്നതൊന്നും വെറുതെയാകില്ല. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പല ആളുകളും ആത്മീയ പരിഹാര മാർഗങ്ങളും അവരുടെ വിഷമങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയായി അതൊരു കണ്ടന്റായി എടുത്തിട്ട് നമ്മൾ സംസാരിക്കാറ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലുന്ന ഈ ദിക്റുകളുടെയും സ്വലാത്തുകളുടെയും ആയത്തുകളുടെയും ഒക്കെ ഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായ, അതിശയിപ്പിക്കുന്ന നേട്ടങ്ങൾ നേടിത്തരുന്ന ഒരു അത്ഭുത ദുആ ആണ്. ഇത് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ദുആ ആണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 4 രൂപത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ശാരീരികമായ പ്രയാസമാണ്, മറ്റൊന്ന് സാമ്പത്തികമായ പ്രയാസമാണ്, മറ്റൊന്ന് മാനസികമായ പ്രയാസമാണ്, മറ്റൊന്ന് പൈശാചികമായ പ്രയാസമാണ്. ഈ 4 പ്രയാസങ്ങളാണ് ഏതൊരു മനുഷ്യനും ഉണ്ടാവുകയുള്ളൂ. ഒന്ന് ശാരീരികമായ പ്രയാസം. ശാരീരികമായ പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗങ്ങളുണ്ട്, എത്ര ഡോക്ടറെ കാണിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറിക്കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് ഇത് ചൊല്ലിയാൽ പരിഹാരമുണ്ടാകും. അതുപോലെ വേദനയാണെന്ന് പറയുന്നവരുണ്ടല്ലോ, പല്ലുവേദന, കണ്ണുവേദന, കാതുവേദന, അതുപോലെ കൈവേദന, കാൽമുട്ട് വേദന, ഊരവേദന, വേദനകളിൽ അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് അള്ളാഹു കുറച്ചു തരാൻ വേണ്ടിയിട്ട്, മെൻസസ് വേദന, ഇങ്ങനെ തുടങ്ങിയ വേദനകൾ ഏതുമാകട്ടെ. അതുപോലെ ക്ഷീണമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, ക്ഷീണത്തിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളാണെങ്കിൽ ആ പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ. ഇങ്ങനെ തുടങ്ങിയ രോഗങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ ഏതുമാകട്ടെ, ആ പ്രയാസങ്ങൾ പൂർണ്ണമായി മാറിക്കിട്ടാനും അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആ പ്രയാസത്തിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും ഒരു മോചനം കിട്ടാനും ഈ ദിക്ർ, പറയാൻ പോകുന്ന ദിക്ർ 100% ഉപകരിക്കുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അസത്യത്തിൻ്റെ ലാഞ്ചനതരങ്ങളിൽ നിന്ന് അടർന്നു വീണിട്ടില്ല
കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്. അപ്പോൾ ശാരീരികമായ പ്രയാസങ്ങളിൽ മറ്റൊന്ന് മാനസികമായ പ്രയാസമാണ്. മാനസികമായ പ്രയാസം എന്ന് പറഞ്ഞാൽ ടെൻഷൻ മാനസികമായ പ്രയാസമാണ്. അതുപോലെ പല വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പറയാറുണ്ട്, കുട്ടിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, വെപ്രാളം വരികയാണ്. അത് ടെൻഷൻ്റെ മറ്റൊരു വശമാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ, അതുപോലെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ, അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമ്മളെ മാനസികമായി തകർക്കുന്ന വിഷയങ്ങൾ, മാനസികമായി പ്രയാസമുണ്ടോ, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ഒരു ദിക്ർ നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ മാനസികമായ പ്രയാസം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയും. അതിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റം കിട്ടുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ആവർത്തിച്ച് നമ്മൾ ഒരുപാട് ചൊല്ലുമ്പോൾ പൂർണ്ണമായ മാറ്റം വരെ നമുക്ക് കിട്ടിയേക്കാം. മറ്റൊരു പ്രയാസമാണ് സാമ്പത്തികമായ പ്രയാസം. സാമ്പത്തികമായ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കടം ഒരു സാമ്പത്തികമായ പ്രയാസമാണ്, ജോലിയില്ലായ്മ സാമ്പത്തികമായ പ്രയാസമാണ്, അല്ലെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെടുക സാമ്പത്തികമായ പ്രയാസമാണ്, കടയിൽ കച്ചവടമോ വർക്കോ ഇല്ലാതിരിക്കുക സാമ്പത്തികമായ പ്രയാസമാണ്, ഇന്റർവ്യൂ പാസ്സാകാതിരിക്കുക, ജോലി നഷ്ടപ്പെടുക, ഇങ്ങനെ തുടങ്ങിയ ദാരിദ്ര്യം ഉണ്ടാവുക, ഒന്നിനും തികയാതിരിക്കുക, പൈസ കിട്ടുന്നുണ്ട് എവിടെയാണോ ചെലവായി പോകുന്നത് അറിയുന്നില്ല, ഇങ്ങനെ തുടങ്ങി, അല്ലെങ്കിൽ ഒരു കല്യാണം വരുന്നു, ഒരു വീട് വെക്കൽ വരുന്നു, ഒരു രോഗം വരുന്നു, ആ സമയത്തൊരു സാമ്പത്തികമായ പ്രയാസം നമുക്ക് വന്നു, കുറച്ച് ടൈറ്റ് വന്നു, നമുക്ക് കുറച്ച് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ജീവിത മാർഗങ്ങൾ അള്ളാഹു തുറന്നു തരാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ദിക്ർ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്. നാലാമത്തെ പ്രയാസം പൈശാചികമാണ്. പൈശാചികമായ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിലേക്ക്, നമ്മൾ എത്ര തെറ്റ് ചെയ്യേണ്ട, നല്ല ആളായി ജീവിക്കണം, നല്ല പെണ്ണായി, നല്ല ആണായി, നല്ല കുട്ടിയായി ജീവിക്കണമെന്ന് ചിന്തിച്ചാലും പിന്നെയും തെറ്റ് ചെയ്യുന്നൊരു സ്വഭാവം, അല്ലെങ്കിൽ സിഹിർ പോലെയുള്ള പൈശാചികമായ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ വസ്വാസ് പോലെയുള്ള പൈശാചികമായ പ്രയാസങ്ങൾ. എത്ര ഒളുവുണ്ടാക്കിയാലും അങ്ങോട്ട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഒരു സഹോദരി വിളിച്ചു പറഞ്ഞത്, ആ സഹോദരി ഒളു ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കാൻ, അത് ശരിയായിട്ടുണ്ട്, മുഖം ശരിയായിട്ടുണ്ട്, ഇനി കൈ കഴുകൂ, കൈ ശരിയായിട്ടുണ്ട്, ഇനി തല തടവൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലെങ്കിൽ ഒളു ഉണ്ടാക്കാൻ കഴിയില്ല. വസ്വാസിൻ്റെ അസുഖമാണ്. അതുപോലെ ഇബാദത്തുകളിൽ താല്പര്യക്കുറവ്, ഇങ്ങനെ പൈശാചികമായ പ്രയാസങ്ങളാകട്ടെ, ഏത് പ്രയാസം, സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ ഏത് പ്രയാസങ്ങളിലും നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ദിക്ർ ഏതാണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ദിക്റാണ്. അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ, അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ തൊട്ടുകാലത്ത് അവർ പറയുന്നു, അല്ലമനി റസൂലുള്ളാഹ്, എനിക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, കലിമാത്തിൻ, ചില കലിമത്തുകൾ, അഖൂലുഹുന്ന ഇൻദൽ കറബി, പ്രയാസത്തിന്റെ സമയത്ത് ഞാനത് ചൊല്ലുമായിരുന്നു. ഏതാണ് ആ ദിക്ർ എന്നറിയോ? അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ എന്നുള്ള ഹദീസാണ്, എന്നുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നമ്മൾ പ്രയാസങ്ങളിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് പ്രയാസവും മാറിക്കിട്ടും. എത്രത്തോളം അധികരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ഗുണം അല്ലാഹു നമുക്ക് നൽകും എന്നുള്ളതാണ്. നല്ല ഈമാനോടെ, നല്ല തവക്കുലോടെ നമ്മൾ ചൊല്ലുക, ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. സന്തോഷമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.